നമസ്കാരം. പ്രധാന വാർത്തകൾ. വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ തള്ളി മുഖ്യമന്ത്രി. ഒഴിവുകളിൽ പരമാവധി നിയമനങ്ങൾ നടത്തിയെന്ന് വിശദീകരണം. അവസാന പ്രതീക്ഷയും ഇല്ലാതായെന്നും റാങ്ക് ലിസ്റ്റ് അവസാനിക്കും വരെ സമരം തുടരുമെന്നും ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചു. റാങ്ക് ലിസ്റ്റ് ഈ മാസം 19-ന് അവസാനിക്കാനിരിക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ അവസാന പ്രതീക്ഷ. എന്നാൽ ഒഴിവ് മുഴുവൻ കണക്കാക്കി നിയമനം നൽകിയെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. 570 ഒഴിവുകൾ നിലനിൽക്കെ 292 നിയമനങ്ങൾ മാത്രം നടത്തിയെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതോടെ ഇനി പുതിയ നിയമനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. വിൻസിയുടെ തുറന്നു പറച്ചിൽ അഭിനന്ദനാർഹം. പേര് പറഞ്ഞാൽ നടനെതിരെ കേസെടുക്കും. പൂർണ്ണ പിന്തുണ നൽകി അമ്മ. ലഹരി ഉപയോഗിച്ച നടനിൽ നിന്ന് സിനിമാ സെറ്റിൽ മോശം അനുഭവമുണ്ടായെന്ന നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി അഭിനേതാക്കളുടെ സംഘടന അമ്മ. ആരോപണം സംഘടന ചർച്ച ചെയ്തു. സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റിയാണ് നടിയുടെ ആരോപണം ചർച്ച ചെയ്തത്. വിൻസി ഔദ്യോഗികമായി സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടില്ല. പരാതി നൽകിയാൽ ഉടൻ നടപടിയെന്നും അഭിനേതാക്കളുടെ സംഘടനയുടെ പ്രതികരണം. വിൻസി ഉന്നയിച്ച കാര്യങ്ങളിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും അമ്മ സംഘടന അറിയിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സംഘടന അറിയിച്ചു. സുഹൃത്തിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത മടങ്ങവേ അപകടം. 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അഖിൽ, അരുൺ എന്നിവരാണ് മരിച്ചത്. കോട്ടയം മുണ്ടക്കയത്ത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് 2 കാറുകളെ മറികടക്കുന്നതിനിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചതായും വിവരമുണ്ട്. സുഹൃത്തിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് തിരികെ വരുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. അപകടം നടന്നയുടൻ ഇരുവരെയും മുണ്ടയ്ക്കകത്തെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. PG മനുവിന്റെ മരണം. മൂവാറ്റുപുഴ സ്വദേശി അറസ്റ്റിൽ. ഹൈക്കോടതി അഭിഭാഷകൻ PG മനുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ സ്വദേശി ജോൺസൺ ജോയി അറസ്റ്റിൽ. ഇയാളുടെ നിരന്തര പ്രേരണയിലാണ് PG മനു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. PG മനുവിന്റെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ പകർത്തിയത് ഇയാളാണെന്നാണ് പോലീസ് പറയുന്നത്. മനുവിനെതിരെ പ്രചരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണെന്നും പോലീസ് കണ്ടെത്തി. ഭാര്യയ്ക്കും സഹോദരിക്കും മുന്നിൽ വെച്ച് ജോൺസൺ മനുവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. വീഡിയോ ഉപയോഗിച്ച് മനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നു. പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് മനു വഴങ്ങാതായതോടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചത്. സുഹൃത്തുക്കൾ വഴിയും ഓൺലൈൻ ചാനലുകൾ വഴിയും മനുവിനെ ജോൺസൺ സമ്മർദ്ദത്തിലാക്കി. ഈ മാസം ആദ്യം വീഡിയോ ഫേസ്ബുക്കിൽ ജോൺസൺ പോസ്റ്റ് ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് മനു സുഹൃത്തുക്കൾക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. ക്രമസമാധാന ചുമതലയിലേക്ക് വീണ്ടും അജിത് കുമാറിനെ കൊണ്ടുവരാൻ നീക്കം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലേക്ക് ആരോപണ വിധേയനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ ADGP MR അജിത് കുമാറിനെ കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ചു. ജൂൺ 30-ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിൽ നിന്ന് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നതിന് പിന്നാലെയാകും അജിത് കുമാറിനെ വീണ്ടും ക്രമസമാധാന ചുമതലയിലേക്ക് കൊണ്ടുവരാനുള്ള ചരടുവലികൾ ആരംഭിച്ചത്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നതോടെ നിലവിൽ ക്രമസമാധാന ചുമതലയിലുള്ള ADGP മനോജ് എബ്രഹാം DGP പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഇതോടെ ആദ്യം പുതിയ ക്രമസമാധാന ചുമതലയുള്ള ADGPയെയും പിന്നാലെ പുതിയ പോലീസ് മേധാവിയെയും കണ്ടെത്തണം. ഈ സാഹചര്യത്തിലാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിക്കുന്നത്. ADGP P വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയുണ്ടായാൽ ഒരുപക്ഷെ ADGPമാരായ H വെങ്കടേഷ്, S ശ്രീജിത്ത്, ബൽറാം കുമാർ ഉപാധ്യായ എന്നിവരെ പരിഗണിച്ചേക്കും.